ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ രോഗികളുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടം പ്രവാസികൾക്കിടയിലും സ്വദേശികൾക്കിടയിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് രോഗം കൂടുതൽ കാണപ്പെടുന്നു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിൽ സ്വന്തം ആരോഗ്യം മറന്നുപോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം ഈ കണക്കുകളെ അതീവ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. രോഗം നേരത്തെ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് ശക്തമാക്കിയിരിക്കുകയാണ്. പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ ആണെന്ന് പറയാം, ഒരു നിശബ്ദ കൊലയാളി. പലപ്പോഴും ഇതിനെതിരെ കൃത്യമായ മരുന്നോ അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയോ ഒന്നും പിന്തുടരാതെ പല സങ്കീർണതകളിലേക്കും പലരും ഇത് കൊണ്ടെത്തിക്കാറുണ്ട്. കൃത്യമായ ജാഗ്രതയും മുൻകരുതലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പലരും ഇത് കൂടിയതിനു ശേഷമാണ് തിരിച്ചറിയുന്നതും ഇതിനെതിരെയുള്ള മരുന്ന് കഴിക്കുന്നതും ആരോഗ്യകരമായ ശൈലി പിന്തുടരാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും ഇത് ഒന്നും ചെയ്യാനാകാതെ പല സങ്കീർണതകളിലേക്കും നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യത്തിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് UAE. രാജ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത പ്രമേഹ രോഗികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. വിട്ടുമാറാത്ത രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നീക്കങ്ങൾക്കിടയിലാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത്. ഈ വർഷം EHS സെന്ററുകളിലായി ആകെ 20,713 പ്രമേഹ രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 12,349 പേർ സ്ത്രീകളും 8,364 പേർ പുരുഷന്മാരുമാണ്. കൂടാതെ പകുതിയിലധികം പേരും സ്ത്രീകളാണെന്നുള്ളത് ഗൗരവകരമായ ഒരു കാര്യം കൂടിയാണ്. അതുതന്നെയാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം രജിസ്റ്റർ ചെയ്തവരിൽ ഭൂരിഭാഗവും UAE പൗരന്മാരാണെങ്കിലും പ്രവാസി സമൂഹത്തിനിടയിലും രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൃത്യമായ ചികിത്സ നൽകുന്നതിനുമായി ആരോഗ്യ വിഭാഗം വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. പ്രവാസികൾക്കിടയിൽ പ്രമേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ക്രമരഹിതമായ ജീവിതശൈലിയാണ്. ജോലിസ്ഥലത്തെ സമ്മർദ്ദവും വ്യായാമമില്ലായ്മയും ഇതിന് ആക്കം കൂട്ടുന്നതാണ്. പലപ്പോഴും സമയപരിമിതി മൂലം ഫാസ്റ്റ് ഫുഡുകളെയും അമിതമായ മധുരമടങ്ങിയ പാനീയങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലെ കഠിനമായ കാലാവസ്ഥ കാരണം പുറത്തിറങ്ങിയുള്ള നടത്തമോ കായിക അധ്വാനമോ കുറയുന്നതും പ്രവാസികളെ ഈ നിശബ്ദ കൊലയാളിക്ക് ഇരയാക്കുന്നു. രോഗം തിരിച്ചറിഞ്ഞാലും കൃത്യമായ ചികിത്സ തേടാൻ മടിക്കുന്നതും പ്രവാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ അത് സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. UAE-യിലെ മിക്ക എമിറേറ്റുകളിലും സ്ത്രീകളായ രോഗികളുടെ എണ്ണം കൂടുന്നത് കുടുംബങ്ങളുടെ ആരോഗ്യ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. പ്രമേഹത്തെ അതിജീവിക്കാൻ പ്രവാസികൾ ഭക്ഷണക്രമത്തിലും ജീവിത രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തണം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടത്തമോ മറ്റ് വ്യായാമങ്ങളോ നിർബന്ധമാക്കേണ്ടതുണ്ട്. UAE-യിലെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അടുത്തുള്ള ഹെൽത്ത് സെന്ററുകളിൽ കൃത്യസമയത്ത് രക്തപരിശോധന നടത്തുന്നത് രോഗം തുടക്കത്തിലേ കണ്ടെത്താൻ സഹായിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭരണകൂടത്തെയും ആരോഗ്യ വിഭാഗത്തെയും പുതിയ പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. UAE-യിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷാർജയിലാണ്. കൂടാതെ ദുബായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1104 രോഗികളിൽ 581 പേർ സ്ത്രീകളും 523 പേർ പുരുഷന്മാരുമാണ്. വടക്കൻ എമിറേറ്റുകളിലും സമാനമായ രീതിയിൽ സ്ത്രീ രോഗികളുടെ എണ്ണം കൂടുതലാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. UAE ഗവൺമെന്റും എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസും ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ സൗകര്യങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഓരോ പ്രവാസിയും തയ്യാറാകണം. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. ചിട്ടയായ ഭക്ഷണവും കൃത്യമായ വ്യായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പ്രമേഹം എന്ന വെല്ലുവിളിയെ പ്രവാസികൾക്ക് മറികടക്കാനാകും. പ്രവാസഭൂമിയിൽ അധ്വാനിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് നൽകുന്ന പരിഗണന കുടുംബത്തിന് നൽകുന്ന കരുതലായി കാണുക. വരും തലമുറയെ രോഗമുക്തമാക്കാൻ ഇന്നേ തന്നെ കരുതലോടെ നീങ്ങണം. പ്രമേഹം എന്ന സൈലന്റ് കില്ലറിനെ നേരിടാൻ പ്രവാസികൾ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കണം. ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വലിയ അത്യാവശ്യമുള്ള ഒന്നാണ്. കാരണം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട്. പ്രമേഹം എന്ന ഈ വില്ലനെ കരുതലോടുകൂടി വേണം സമീപിക്കാൻ.